നമ്മുടെ കൂടെയുള്ളവർക്ക് ചെറിയതാകാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രചോദനങ്ങൾ നൽകുക. പള്ളിയിൽ വരുന്നില്ല, മടിയാണ്, മുന്നേ നമുക്കൊന്ന് പള്ളിയിൽ പോയാലോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കും, വചനം വായിക്കും, അങ്ങനെ നല്ലൊരു പ്രചോദനങ്ങൾ നൽകുക. വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ച് കുറേ നുണ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കാതെ നല്ല സ്നേഹത്തോടെ നല്ല നല്ല പ്രചോദനങ്ങൾ കൊടുത്തു നോക്കി അങ്ങനെ അവരെ നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. നമുക്കറിയാവുന്നവര് എത്ര പേര് നോയമ്പെടുത്തിട്ടുണ്ട്. ഒരു മീനെങ്കിലും നോയമ്പെടുക്കാൻ ഒന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അനുസരിക്കുമെങ്കിൽ അവരൊന്ന് പ്രചോദിപ്പിച്ച് നോക്കി. നമുക്കൊന്ന് ജപമാല ചൊല്ലിയാൽ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഒരു പ്രചോദനം കൊടുത്തേ. അങ്ങനെ ഈ നോമ്പില് ഈ ദിവസങ്ങള് പ്രചോദനം കൊടുക്കുന്നതാകട്ടെ, നിർബന്ധങ്ങളാകരുത്. നീ അതനുസരിച്ചില്ലെങ്കിൽ പിണങ്ങുന്ന അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത്, നിർബന്ധങ്ങൾ ഉണ്ടാകരുത്, പ്രചോദനങ്ങൾ. അതൊരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. ഇന്ന് ദിവസം കുറച്ച് പേരെങ്കിലും ഒന്ന് പ്രചോദിപ്പിക്കാൻ, മക്കളാകാം, ഭർത്താവാകാം, അതുപോലെ ഭാര്യയാകാം, മാതാപിതാക്കളാകാം, അയൽവക്കക്കാരാകാം, എന്നെ കേൾക്കുന്ന, എനിക്ക് സ്ഥാനമാനങ്ങളുള്ള, ഞാൻ ഹൃദയത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ, ആ വ്യക്തികൾക്ക് നല്ല പ്രചോദനങ്ങൾ, പ്രകാശം നൽകാൻ എനിക്ക് സാധിക്കട്ടെ. ലിസയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഞാൻ വിളക്കായിട്ട് മാറുന്നു, ആ വിളക്ക് നിറയെ എണ്ണയൊഴിച്ച് ഞാൻ വെച്ചിരിക്കുക. എന്തിനാണെന്നറിയുമോ? ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാൻ വേണ്ടി ഞാനൊരു വിളക്കായിട്ട് മാറാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അപ്പോഴാണ് മറ്റുള്ളവർക്ക് എന്നിൽ നിന്ന് കത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ കത്തിച്ചു പോകുന്ന ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ. സ്നേഹത്തോടെയുള്ള നല്ല പ്രചോദനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ സാക്ഷികളായിട്ട് മാറും. പ്രാർത്ഥിക്കുക.